ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ കാണുന്ന ഈ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ, എല്ലാ ക്ലൈമറ്റിലും ഒരേപോലെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ല ഭംഗിയായിട്ട് ഒരു 2 മുതൽ 3 ആഴ്ച വരെ ഒരേ ഫ്ലവേഴ്സ് കേട്ടോ പ്ലാന്റിൽ നിന്ന് കിട്ടുന്ന നല്ലൊരു പ്ലാന്റാണ് ജെർബറ പ്ലാന്റ്. ഒരുപാട് കളർ വെറൈറ്റീസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ജെർബറ. പണ്ട് മുതലേ നമ്മൾ വീട്ടുമുറ്റങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു പ്ലാന്റാണ് ജെർബറ. നമ്മൾ നാടൻ വെറൈറ്റീസ് ആയിരിക്കും കൂടുതൽ കണ്ടിട്ടുണ്ടാവുക. അതിലൊരു ഓറഞ്ച്, റെഡ്, യെല്ലോ ഒക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. പക്ഷേ ഹൈബ്രിഡിൽ അങ്ങനെയല്ല, ഒരുപാട് കളർ വെറൈറ്റീസ് അവൈലബിൾ ആണ്. അതുമാത്രമല്ല, ഹൈറ്റ് കുറഞ്ഞ് വീതി കൂടിയ ഇലകളും തണ്ടിന് നല്ല നീളവും കട്ടി കൂടിയ തണ്ടുകളും ഒത്തിരി കളറിൽ, അതായത് ഡബിൾ ഷെയ്ഡിലും സിംഗിൾ ഷെയ്ഡിൽ ലെയറുകൾ കൂടുതലുള്ളതും കുറവുള്ളതുമായിട്ടുള്ള ഒത്തിരി വെറൈറ്റീസ് ഈ ഒരു പ്ലാന്റിലുണ്ട്. നമ്മളിതിൻ്റെ കോംബോ ഓഫർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ നമ്മൾ തരുന്ന പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണുന്നത്. 5 വെറൈറ്റിയുടെ കോംബോ സെറ്റും 10 പ്ലാന്റിൻ്റെ കോംബോ സെറ്റുമാണ് നമ്മൾ കൊടുക്കുന്നത്. 10 പ്ലാന്റിൻ്റെ കോംബോ സെറ്റിൽ 5 വെറൈറ്റിയുടെ 2 സെറ്റായിരിക്കും ഉണ്ടാകുന്നത്. മാക്സിമം കളേഴ്സ് വയ്ക്കാൻ നമ്മൾ ശ്രമിക്കും, പക്ഷേ 10 വെറൈറ്റീസ് എന്തായാലും അവൈലബിൾ അല്ല. പക്ഷേ ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിൽ നമുക്ക് ജെർബറ പ്ലാന്റ് ഒരിക്കലും കിട്ടാൻ. അത്യാവശ്യം വലിപ്പം വന്നിട്ടുള്ള ജെർബറ പ്ലാന്റിന് നല്ല റേറ്റ് വരാറുണ്ട്. ഇപ്പോൾ നമ്മൾ തരുന്ന പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് 5 വെറൈറ്റിയുടെ കോംബോ സെറ്റിന് 475 രൂപയും 10 പ്ലാന്റിൻ്റെ കോംബോ സെറ്റിന് 900 രൂപയുമാണ്. വീഡിയോയിൽ കാണുന്നത് പോലെ ഒരുപാട് കളർ വെറൈറ്റീസ് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റാണ്. നമ്മൾ തരുന്നതിൽ ഇതുപോലത്തെ വെറൈറ്റീസൊക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. ഈ ചെടിക്ക് വേണ്ട സൺലൈറ്റ് എങ്ങനെയാണ്, വാട്ടറിങ് എങ്ങനെയാണ്, ഫെർട്ടിലൈസേഴ്സ് എങ്ങനെ അപ്ലൈ ചെയ്യണം, അതുപോലെ തന്നെ ഇതിനകത്ത് പൂക്കൾ കുറച്ചധികം നാൾ നിൽക്കാനായിട്ട് നമ്മൾ എങ്ങനെയാണ് ഈ പ്ലാന്റ് കെയർ ചെയ്യേണ്ടത്, നനവ് എങ്ങനെയാണ് വേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ലോങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോ ആരും മിസ്സാക്കരുത്. പ്ലാന്റ് വാങ്ങുന്നതിന് മുമ്പ് ഈ ഒരു പ്ലാന്റിൻ്റെ വീഡിയോ കണ്ടിട്ട് വേണം വാങ്ങാനായിട്ട്. ഫുൾ വീഡിയോ എല്ലാവരും കാണണം. ഈ പ്ലാന്റ് നടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ളൊരു കാര്യമുണ്ട്. അതെന്തായാലും പറഞ്ഞാലേ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്ലാന്റ് നശിച്ചു പോകാനുള്ള ഏറ്റവും വലിയൊരു റീസൺ അതാണ്. ചെറിയ പ്ലാന്റ്സ് ആണ്, അതുകൊണ്ട് തന്നെ ചെറിയ പോട്ടിൽ നടാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കളേഴ്സിലുള്ള പ്ലാന്റ്സ് ഒരു പോട്ടിലും വെച്ച് വളർത്താം. ഇതിൻ്റെ കടഭാഗം ഉണ്ടല്ലോ, അതായത് ഇതിൻ്റെ ആ തണ്ടുകൾ തുടങ്ങുന്ന ആ ഭാഗം മണ്ണിൻ്റെ മുകളിലേക്ക് നല്ല രീതിയിൽ നിൽക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം മണ്ണിനടിയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നനവ് വരുന്ന സമയത്ത് ഈ സെൻസിറ്റീവായിട്ടുള്ള പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്നത് നമുക്ക് കാണാം. ഇതുപോലെ ഒരുപാട് ലെയേഴ്സൊക്കെയുള്ള നല്ല ഭംഗിയായിട്ടുള്ള വെറൈറ്റീസാണ് കേട്ടോ. അപ്പോൾ ആരും പ്ലാന്റ്സ് നശിപ്പിച്ച് കളയരുത്. അതുപോലെ തന്നെ ഇതിൻ്റെ ചുവട്ടിൽ തൈകൾ വരും, അത് മാറ്റി നട്ടും നമുക്ക് പ്ലാന്റ്സ് ആക്കി എടുക്കാം കേട്ടോ.